ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വിശേഷത്തിൻ്റെ ഒരു തകർപ്പൻ പ്രമോയിലേക്ക് തന്നെ സ്വാഗതം. അങ്ങനെ പ്രകാശിനെ എസ് ഐ ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരിക്കട്ടാ, അടാ മര്യാദയ്ക്ക് പോയിക്കോ, ഇവിടെ കിടന്നെങ്ങാനും കോപ്രായം കാണിച്ചാലുണ്ടല്ലോ മകനോടൊപ്പം അച്ഛനെ ഞാൻ പിടിച്ചകത്തിടും. കല്യാണി പറഞ്ഞിട്ട് പോയത് ഞാൻ കേട്ടു, നിന്നെ ജയിലിലിടുവെന്ന്. എടാ ആ കൊച്ച് എന്തോരോന്ന് വെച്ചാടാ സഹിക്കുന്നേ. ഇനിയും ആ കൊച്ചിന് സഹിക്കാൻ പറ്റില്ല. നീയൊക്കെ ആ കൊച്ചിനെ ഇത്രയും വേദനിപ്പിച്ചതുകൊണ്ടാ ആ കൊച്ചിന് ഇതിനേക്കാളും നല്ലൊരു ജീവിതം കിട്ടിയത്. കിരൺ സാറിനെ പോലൊരു സാറിൻ്റെ ഭാര്യയാകാൻ ആ കൊച്ച് എന്ത് പുണ്യം ചെയ്തു എന്നറിയാമോ? നിന്നെ പോലെയുള്ള തന്തയോടൊക്കെ ക്ഷമിച്ചു. അത് തന്നെയാണ് ആ കൊച്ച് ചെയ്ത ഏറ്റവും വലിയ പുണ്യം എന്നൊക്കെ പറയുവാണ്. അത് കേട്ടതും പ്രകാശൻ ഇങ്ങനെ തുറച്ചു നോക്കുക, എസ് ഐയെ, എന്താടാ, എന്താ നീ എന്നെ നോക്കി പേടിപ്പിക്കുന്നേ, പോടാ അവിടുന്ന് എന്നും പറഞ്ഞുകൊണ്ട് ഓടിച്ചു വിടുക. അപ്പോൾ പ്രകാശൻ അവിടെ നിന്നും പോയി. പ്രകാശൻ പോയി കഴിഞ്ഞതും ഇവനെയൊക്കെ പോലീസ് ലോക്കപ്പിലിട്ട് ചവിട്ടി കൂട്ടാൻ ഒരവസരം കിട്ടുന്നില്ലല്ലോ എന്ന് ഓർക്കുമ്പോഴാണ് മനുഷ്യൻ്റെ ടെൻഷൻ. ഈ സമയം പിന്നീട് കാണിക്കുന്ന രതീഷിനെയാണ്. രതീഷും കാദംബരിയും മൂങ്ങയൊക്കെ കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുക. അവൻ ഒരു വെളിവുമില്ല. ജയിലിലായിട്ടുണ്ടെങ്കിൽ അച്ഛനെയും അമ്മമ്മയെയും എങ്ങനെ ആര് നോക്കും, അവരെങ്ങനെ ജീവിക്കും എന്നുള്ള ചിന്ത പോലും അവനില്ല. അതുകൊണ്ടാണല്ലോ ഇങ്ങനെയുള്ള തോന്നിവാസത്തിനൊക്കെ ഇറങ്ങി പുറപ്പെട്ടത്. എന്തൊക്കെയായാലും അവൻ ചെയ്തത് ശരിയായില്ല അമ്മമ്മ. നിങ്ങൾ ഇനിയും അവനെ പുകഴ്ത്തിക്കൊണ്ടിരിക്കുക. അവൻ ചെയ്തതേ മോഷണം. എത്ര വീട്ടിൽ നിന്നാണാവോ അവൻ മോഷ്ടിച്ചിട്ടുണ്ടാവുക. ഇനി പല കാര്യങ്ങളും പുറത്തു വരും. അതൊക്കെ ഓരോന്നോരോന്നായിട്ട് വന്നു കഴിയുമ്പോൾ അമ്മുമ്മയ്ക്ക് മനസ്സിലായിക്കോളും അമ്മുമ്മയുടെ പേരക്കുട്ടി എങ്ങനെയുള്ളവനാണെന്ന്. ഇപ്പോഴും നിങ്ങൾക്ക് കല്യാണി എന്ന് വെച്ച പുച്ഛമല്ലേ? നിങ്ങളൊക്കെ ഇത്രയും ദ്രോഹിച്ചതുകൊണ്ടാണ് ഇന്ന് അവൾ ആ നിലയിലെത്തിയത്. ഇത്രയും വലിയ നിലയിൽ അവളുടെ കീഴിൽ ജോലി ചെയ്യേണ്ട ഒരവസ്ഥ ഞങ്ങൾക്കുണ്ടായത്. മനസ്സിലായല്ലോ? എന്തായാലും കല്യാണിയും കിരൺ സാറൊക്കെ നല്ലവരാ. അതുകൊണ്ട് ഇനി അവരെ കുറ്റപ്പെടുത്താതെ ജീവിക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്കും സന്തോഷത്തോടെ ജീവിക്കാം. അല്ല എന്നാണെങ്കിൽ എന്തായാലും നിങ്ങളും നിങ്ങളുടെ മകനും നിങ്ങളുടെ മകൻ്റെ മകനും എല്ലാവരും അനുഭവിക്കും. എനിക്ക് പറ്റുമൊന്നുമില്ല എല്ലാത്തിനും ചെലവിന് തരാൻ. അന്ന് അവൻ എന്തായിരുന്നു ഇവിടെ നിന്ന് കാണിച്ചു കൂട്ടിയത്? ഇനി മുതൽ വീടിൻ്റെ വാടക ഞാൻ കൊടുത്തോളാം, ആ പേരും പറഞ്ഞ് കുത്തി കാണിക്കണ്ട എന്നൊക്കെ. ആര് കൊടുക്കും? ഇനി ആര് കൊടുക്കുമെന്നാ പറയുന്നേ? എടാ രതീഷേ മോനെ, ഈ സമയത്ത് നീ ഇങ്ങനെയൊന്നും പറയാതെടാ. പിന്നെ എങ്ങനെ പറയണം? അവൻ മോഷ്ടിച്ചുകൊണ്ട് വന്ന കാശുകൊണ്ട് ഈ വീട്ടിലേക്കുള്ള സാധനങ്ങളൊക്കെ മേടിച്ചുകൊണ്ട് വന്നപ്പോൾ എന്തായിരുന്നു അച്ഛൻ്റെ അമ്മമ്മയുടെ ഒരു അഹങ്കാരം. നിങ്ങളുടെ കാട്ടായൊക്കെ ഞാനും കൂടെ കണ്ടതല്ലേ? അതെ രതീഷേട്ടാ, ഇവരോടൊന്നും കൂടുതൽ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. എത്ര പറഞ്ഞാലും തലേ കയറത്തുമില്ല, മനസ്സിലാവത്തുമില്ല. പേരക്കുട്ടിയെ താലോലിച്ച് വളർത്തിയതല്ലേ, തലയിൽ കയറ്റി വെച്ചതല്ലേ, അനുഭവിക്കട്ടെ. എന്തായാലും അവൻ ലോക്കപ്പിൽ നിന്ന് പുറത്തിറങ്ങരുത്. ആ ലോക്കപ്പിൽ നിന്നും അവൻ നേരെ ജയിലിലേക്ക് പോകണം. അതാണ് എൻ്റെയും ആഗ്രഹം. എന്നാലേ അച്ഛനും അമ്മമ്മയൊക്കെ പഠിക്കൂ. മോളെ, നീ ഇങ്ങനെയൊന്നും പറയല്ലേ. പിന്നെ ഞാൻ എങ്ങനെ പറയണം അമ്മമ്മ? പെൺമക്കൾ ഭാരമാണെന്നും പറഞ്ഞ് വളർത്തിയ അച്ഛനെ ഞങ്ങൾ എങ്ങനെ പറയണം? ഞങ്ങൾ എന്ത് തെറ്റാ അച്ഛനോട് ചെയ്തത്? കല്യാണി എന്ത് തെറ്റാ അച്ഛനോട് ചെയ്തത്? ഞങ്ങൾ ഈ നിങ്ങളുടെ വീട്ടിൽ ജനിച്ചു പോയതാണോ ഞങ്ങൾ ചെയ്ത തെറ്റ്? അതിന് ഞങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഞങ്ങൾക്ക് പറയാൻ പറ്റില്ലല്ലോ ദൈവത്തിനോട് ഞങ്ങൾക്ക് ഈ വീട്ടിൽ ജനിക്കണ്ടെന്ന്. അതുകൊണ്ട് തന്നെ ഞാൻ പറയുക, അമ്മുമ്മയും അച്ഛനും അനുഭവിക്കണം. അവനെ വെച്ച് തന്നെ അനുഭവിക്കണം. അവനെ കൊണ്ട് ഒരുപാട് ഉപകാരം ഉണ്ടാവുമെന്നും അവൻ കാരണം വയസ്സാം കാലത്ത് സന്തോഷത്തോടെ ജീവിക്കാമെന്നൊക്കെ സ്വപ്നം കണ്ടുകൊണ്ട് നടന്നോ? അവസാനം നിങ്ങൾ ചേർന്ന് ജയിലിൽ കിടക്കേണ്ടി വരും. എനിക്കത്രേ പറയാനുള്ളൂ എന്നൊക്കെ പറഞ്ഞ് കാദംബരി ദേഷ്യപ്പെട്ട് നിൽക്കുക. അപ്പോഴേക്കും പ്രകാശം വരുവാണ്. കരഞ്ഞ് തളർന്നു വരുന്ന പ്രകാശനെ കണ്ട് മൂങ്ങ ഓടിച്ചെന്നു. എൻ്റെ പൊന്നുമോനെ എന്താടാ പറ്റിയത്? എൻ്റെ കൊച്ചുമോൻ എന്താടാ പറ്റിയത് എന്നും ചോദിച്ചുകൊണ്ട്. കൊച്ചുമോനോ? അവനിനി നിങ്ങളുടെ കൊച്ചുമോനല്ലമ്മേ, അവൻ പേരും കള്ളൻ. പാവപ്പെട്ടവരുടെ മാല പിടിച്ച് വലിച്ചു പൊട്ടിച്ച് അവരെ ചവിട്ടി തള്ളി താഴെയിട്ട് തെറിപ്പിച്ചു വിട്ട അവനെ ഇനി എനിക്ക് വേണ്ട. അവനെ എനിക്ക് ഇനി കാണുകയും വേണ്ട. പോലീസ് ലോക്കപ്പിൽ അവൻ കിടക്കുന്നത് കണ്ടപ്പോൾ എൻ്റെ ഹൃദയം നിന്നു പോകുന്ന അവസ്ഥയായിരുന്നു. അത്രയ്ക്ക് വേദനയുണ്ടായിരുന്നു. വല്ല കളക്ടറോ എഞ്ചിനീയറോ ഡോക്ടറോ വക്കീലോ ആയി കാണണമെന്ന് കരുതി വളർത്തി പഠിപ്പിച്ചതാ. അങ്ങനെയുള്ളവൻ ഒരു പെരുങ്കള്ളനായിട്ട് ജയിലിൽ കിടക്കുന്നത് കാണുമ്പോൾ ആർക്കാമേ സഹിക്കുന്നേ? എനിക്കിനി അവനെ കാണണ്ട. എൻ്റെ മകൻ വിക്രമാദിത്യൻ മരിച്ചു എന്നും പ്രകാശൻ കരഞ്ഞുകൊണ്ട് പറയുക. അത് കേട്ടത് മൂങ്ങ ഞെട്ടലോടുകൂടെ പ്രകാശനെ നോക്കി, എടാ മക്കളെ, നീ എന്തൊക്കെയാടാ ഈ പറയുന്നേ? എത്രയൊക്കെ ആയാലും അവനെ നമുക്ക് തള്ളിക്കളയാൻ പറ്റുമോടാ? നമ്മൾ അത്രയ്ക്ക് സ്നേഹിച്ച് വളർത്തിയതല്ലേ അവനെ. അങ്ങനെയുള്ളപ്പോൾ പോലീസുകാരുടെ കയ്യിൽ നിന്ന് അവനെ രക്ഷിക്കണ്ടേ?
ജയിലിലേക്ക് പോയാൽ പുറം ലോകം കാണാത്ത രീതിയിൽ അവരെന്തെങ്കിലുമൊക്കെ ചെയ്യോടാ. അതുകൊണ്ട് എനിക്കെൻ്റെ കൊച്ചുമോനെ വേണം, എനിക്കെൻ്റെ കൊച്ചുമോനെ വേണം. അതിന് എൻ്റെ കയ്യിൽ കാശൊന്നുമില്ല. അവനെ ഇറക്കാനോ ജാമ്യത്തിൽ ഇറക്കാനോ ഒന്നും എൻ്റെ കയ്യിൽ കാശില്ല. അങ്ങനെയുള്ളപ്പോൾ ഞാൻ എന്ത് ചെയ്യാനാ? എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. തന്നെ വരുത്തി വെച്ചതല്ലേ, അനുഭവിക്കട്ടെ എന്നും പറഞ്ഞുകൊണ്ട് പ്രകാശൻ ഇങ്ങനെ നിൽക്കുക. അപ്പോഴേക്കും മൂങ്ങ, എടാ മക്കളെ, അവൻ അങ്ങനെ വിട്ടുകളയാൻ പറ്റില്ലടാ. അവനല്ലാതെ നമുക്ക് വേറെ ആരും ഇല്ലടാ. നമുക്ക് വേണ്ടിയാ അവരങ്ങനെ ഒരു കാര്യം ചെയ്തത്. നമ്മളും ഈ രതീഷൊക്കെ കുറ്റപ്പെടുത്തിയതുകൊണ്ടാണ് അവസാനം അവൻ മോഷണത്തിലേക്ക് ഇറങ്ങിയത്. ഇനി അതും കൂടെ എൻ്റെ തലയിൽ വെച്ച് കെട്ട്. അതായിരിക്കും നിങ്ങൾക്ക് ഇത്തിരി കൂടെ സൗകര്യം. അത് കേട്ടതും, അല്ലട രതീഷേ, ഞാൻ കാര്യമാണ് പറയുന്നത്. നമ്മളെല്ലാവരും കുറ്റപ്പെടുത്തിയപ്പോൾ അപമാനിച്ചപ്പോൾ അവന് സങ്കടം തോന്നിക്കാണും. എങ്ങനെയെങ്കിലും അച്ഛനെയും അമ്മയും നോക്കണമെന്ന് കരുതി കാണും. പിന്നെ എന്ത് ചെയ്യാനാ? ഇങ്ങനെയുള്ള ജോലി മാത്രമേ അവന് കിട്ടിക്കാണും. ഇല്ലെങ്കിൽ അവന് വല്ലതും ചെയ്യാൻ പറ്റുമോടെ രതീഷേ? വേറെ എന്തെങ്കിലും ജോലി കിട്ടിയിരുന്നെങ്കിൽ അവൻ ഈ കള്ളത്തരം ചെയ്യില്ല എന്നായിരുന്നു എൻ്റെ മനസ്സ് പറയുന്നത്. അത് കേട്ടതും, എൻ്റെ അമ്മമ്മേ, നിങ്ങളുടെ പേരക്കുട്ടി എന്തൊക്കെ ചെയ്താലും അവസാനം ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ചെന്നെത്തു. അതിലെനിക്ക് ഒരു സംശയമില്ല. ഞാനിപ്പോൾ എന്ത് പറയാനാ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുക. ആരും വേണ്ട, ആരും വരണ്ട. അവനെ എങ്ങനെ പുറത്തിറക്കണമെന്ന് എനിക്കറിയാം, എനിക്ക് നന്നായിട്ടറിയാം എന്നും പറഞ്ഞ് മൂങ്ങ അവിടെ നിന്നും പോവുകയാണ്. അമ്മ ഇത് എങ്ങോട്ടാ? അതൊക്കെ ഞാൻ വന്നിട്ട് പറയാം എന്നും പറഞ്ഞുകൊണ്ട് മൂങ്ങ അങ്ങ് നേരെ നടന്നുപോയി. ഈ സമയം രതീഷ്, അമ്മായിയച്ഛനെ അനുഭവിച്ചോ, പെൺമക്കള് ശാപമാണെന്നും പറഞ്ഞ് ആൺമകനെ മാത്രം തലയിൽ കയറ്റി വളർത്തിയതല്ലേ, ഇനി അവൻ ചെയ്യുന്ന എല്ലാ കുറ്റത്തിനും തലകീഴായി നിന്ന് അനുഭവിച്ചോ എന്നും പറഞ്ഞുകൊണ്ട് രതീഷും അകത്തേക്ക് പോയി. ഈ സമയം പിന്നീട് കാണിക്കുന്നത് കിരണിനെയും ദീപയെയും പാറുവിനെയൊക്കെയാണ്. ഇത്ര നേരമായിട്ട് കല്യാണിയെ കാണുന്നില്ലല്ലോ, കല്യാണി ഇത് എങ്ങോട്ട് പോയെന്നാവോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിൽക്കുക. അപ്പോഴേക്കും കല്യാണി വന്നു. കല്യാണി, നീ ഇതെവിടെ പോയിരിക്കുമായിരുന്നു? നീ വന്ന കല്യാണി, ഒരു കാര്യം ഉണ്ടായിരുന്നു, നീ വല്ലതും അറിഞ്ഞോ? ആ വിക്രം, അതായത് നിന്റെ ആങ്ങളെ വിക്രത്തെ പോലീസ് അറസ്റ്റ് ചെയ്തു. മിടുക്കിയായ ഒരു പെൺകുട്ടിയാ പോലീസിന് അവനെ പിടിച്ചു കൊടുത്തത്. ഞാൻ അറിഞ്ഞു കിരണേട്ടാ. എന്നിട്ട് നീ എന്താ എന്നെ വിളിക്കാതിരുന്നേ? ഇത്തിരി തിരക്കായിരുന്നു കിരണേട്ടാ. എന്ത് തിരക്ക്? പോലീസ് സ്റ്റേഷനിൽ പോയിരിക്കുമായിരുന്നു. എന്തിന്? അവനെ ഇറക്കാനോ? കല്യാണി, നീ വെറുതെ ആവശ്യമില്ലാത്തൊന്നും ചെയ്യരുത് കേട്ടോ. അങ്ങനെ എന്തിനാ അവനെ ഇറക്കാൻ നോക്കിയത് എന്നൊക്കെ പറയാം. അപ്പോൾ സോണി അവിടെ ഉണ്ടായിരുന്നു കേട്ടോ. അതേ കല്യാണി, അവൻ ഒരുപാട് തെറ്റ് ചെയ്തവനാ. അങ്ങനെയുള്ളപ്പോൾ അവനെ ഇറക്കേണ്ട ഒരാവശ്യമില്ല. എന്നെ തന്നെ അവൻ ഒരുപാട് വേദനിപ്പിച്ചു. അതിനൊക്കെ കൂടിയാ അവനെ അനുഭവിക്കുന്നത്. ഞാൻ പോയത് അവനെ ഇറക്കാനല്ല, പിന്നെ എന്തിനാ? അവനെ പിടിച്ചു കൊടുത്തത് ഞാനാ. അത് കേട്ടതും, ആ മിടുക്കിയായ പെൺകുട്ടി ആൻറ്റിയാണോ എന്ന് പാറുവിൻ്റെ ചോദ്യം. അതേ മോളെ, ഒരമ്മയുടെ കഴുത്തിൽ നിന്ന് മാല പിടിച്ച് പറിച്ച് ആ അമ്മയെ ചവിട്ടി തെറിപ്പിച്ചിട്ട് പോയ അവന്മാരെ പിന്തുടർന്ന് പിടിച്ച് പോലീസുകാരുടെ കയ്യിലേക്ക് ഏൽപ്പിച്ചത് ഞാൻ തന്നെയാണ്. അത് കേട്ടതും കിരണിന് ഭയങ്കര സന്തോഷമായി. നീയായിരുന്നോ കല്യാണി? അതെ, ആ ടി-വിയിലും ന്യൂസിലൊക്കെ പറയുന്ന മിടുക്കി പെൺകുട്ടി ഞാൻ തന്നെയാണ്. പക്ഷേ നിർഭാഗ്യവശാൽ അതെൻ്റെ അനിയനായിപ്പോയി. എന്ത് ചെയ്യാനാ? ഞാൻ അവനെ പുറത്തിറക്കാനൊന്നും വേണ്ടി പോയതല്ല. ആ അമ്മയുടെ മാലയുടെ കാര്യം ചോദിക്കാനും പിന്നെ അവന് ജാമ്യം കൊടുക്കരുതെന്ന് പറയാനും വേണ്ടിയാണ് പോയത്. അതേ കല്യാണി, നീ പറഞ്ഞതാ ശരി. അവൻ ഒരിക്കലും ജാമ്യം കിട്ടാൻ പാടില്ല. അങ്ങനെ അവന് ജാമ്യം കിട്ടിയ അവൻ്റെ അച്ഛന് ഇനി അഹങ്കാരം ഉണ്ടാവും. അഹങ്കാരം കൊണ്ട് അവൻ്റെ അച്ഛൻ നമ്മുടെയൊക്കെ തലയെടുക്കും. അത്രയ്ക്ക് അഹങ്കാരമല്ലേ? കയ്യിൽ കാശില്ലെങ്കിലും അവൻ്റെയൊക്കെ അഹങ്കാരം കാണുമ്പോൾ തലക്കിട്ടൊന്ന് കൊടുക്കാനാ തോന്നുന്നേ. അതെ കിരണേട്ടാ, അതുകൊണ്ട് തന്നെ ഞാൻ തീരുമാനിച്ചു അവന് ജയിലിൽ കിടക്കട്ടെ കുറച്ച് നാൾ. അവൻ ഇന്ന് ചെയ്തത് ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത തെറ്റാ. ആ തെറ്റ് കാരണം അവൻ അനുഭവിക്കണം എന്നൊക്കെ കല്യാണി പറയുക. പിന്നെ ഞാൻ പോലീസ് സ്റ്റേഷനിൽ നിൽക്കുമ്പോൾ അവിടേക്ക് ഒരാൾ വന്നായിരുന്നു, എൻ്റെ അച്ഛനെന്ന് പറയുന്ന ഒരാൾ. അവസാനം അവനെ പിടിച്ചപ്പോൾ അവൻ്റെ കൂടെ നിന്ന് ഞാനും അത് ചെയ്തു എന്നുള്ളൊരു മട്ടിലായിരുന്നു അയാളുടെ സംസാരം. പിന്നെ ഞാൻ നല്ലത് പറഞ്ഞിട്ടാ വന്നത്. എന്നെ തല്ലാൻ വരെ കൈ ഓങ്ങി. ഞാൻ പറഞ്ഞു എന്നെ തൊട്ട മകനോടൊപ്പം അച്ഛനും ലോക്കപ്പിൽ കിടക്കുമെന്ന്. അത് കേട്ടതോടെ ആളൊന്നു പേടിച്ചു മാറി നിന്നു. ഞാനവിടെ ഉണ്ടാവേണ്ടതായിരുന്നു. നിന്നെ അപമാനിച്ച അയാൾക്കിട്ട് ഒന്ന് കൊടുത്താനായിരുന്നു ഞാൻ. വൃത്തികെട്ടവൻ, പെൺമക്കളെ തള്ളിക്കളഞ്ഞ് ആൺമകനെ തലയിൽ കയറ്റി വെച്ച് നടന്നതാ, അനുഭവിക്കട്ടെ എന്നൊക്കെ പറയുമ്പോൾ മൂങ്ങ അങ്ങോട്ട് വരിക. മൂങ്ങയുടെ വരവ് കണ്ടതും ദേ വരുന്നുണ്ട്, പേരക്കുട്ടിക്ക് വക്കാലത്ത് പറയാൻ വേണ്ടി വരുന്നതായിരിക്കും എന്നും പറഞ്ഞുകൊണ്ട് എല്ലാവരും നോക്കി നിൽക്കും. അപ്പോൾ ദീപ കല്യാണിയും വിളിച്ചുകൊണ്ട് അകത്തേക്ക് പോവുക ഡ്രസ്സ് മാറാനായിട്ട്. അപ്പോഴേക്കും മൂങ്ങ വന്നു. എന്ത് വേണം എന്ന് സോണിയുടെ ചോദ്യം. എനിക്ക് എന്നെ രക്ഷിക്കണം. അതിന് നിങ്ങൾക്കൊന്നും പറ്റിയില്ലല്ലോ നിങ്ങളെ രക്ഷിക്കാൻ. എൻ്റെ കൊച്ചുമോനെ രക്ഷിക്കണം. നിങ്ങളുടെ കൊച്ചുമോൻ നല്ലത് വല്ലതും ചെയ്തിട്ടുണ്ടോ അവനെ രക്ഷിക്കാൻ എന്നും സോണി ചോദിക്കുക. അത് കേട്ടത് മോളെ സോണി, അമ്മമ്മയ്ക്ക് മനസ്സിലാവും മോളുടെ വിഷമം.
അവൻ നിന്നെ സ്നേഹിച്ചില്ല, നിന്നോടൊപ്പം ജീവിക്കാൻ അവൻ വന്നില്ല. അതിൻ്റെയൊക്കെ സങ്കടമല്ലേ മോക്ക്? എനിക്ക് ഒരു സങ്കടമില്ല. അവൻ എന്നെ തള്ളിക്കളഞ്ഞത് തന്നെയാണ് എൻ്റെ ഇപ്പോൾ സന്തോഷം. ഇപ്പോഴാണ് ഞാൻ സമാധാനത്തോടെ ജീവിക്കുന്നത് എന്നും സോണി പറയുന്നത് കേട്ട്, മോളെ നിങ്ങളിപ്പോൾ എന്ത് വേണമെങ്കിലും പറഞ്ഞോ, പക്ഷെ എനിക്കൊരു കാര്യം പറയാനുള്ളൂ. എങ്ങനെയെങ്കിലും എൻ്റെ കൊച്ചുമോനെ ജയിലിൽ നിന്ന് ഇറക്കാൻ സമ്മതിക്കണം. നിങ്ങളൊന്ന് സഹായിക്കണം. ഇല്ലെങ്കിൽ അവനെ ജയിലിലേക്ക് കൊണ്ടുപോയാൽ പിന്നെ അവൻ ഒരിക്കലും പുറലോകം കാണാൻ പറ്റില്ല. അറിയാലോ, അതൊക്കെ അറിഞ്ഞുകൊണ്ട് തന്നെയല്ലേ ഇത്രയും നാളും അവന് ഈ പണി ചെയ്തത്. എന്തിനു വേണ്ടിയാ ആവശ്യമില്ലാത്ത പണിക്ക് പോയത്? ഭാഗ്യം അവനിപ്പോൾ എൻ്റെ ഭർത്താവല്ലാത്തത്. ഇല്ലെങ്കിൽ കള്ളൻ്റെ ഭാര്യ എന്നുള്ള പേര് കൂടെ എനിക്ക് വന്നായിരുന്നു എന്നും സോണി പറയുക. അത് കേട്ടതും നിങ്ങൾക്കിപ്പോൾ എന്ത് വേണമെങ്കിലും പറയാമല്ലോ. എൻ്റെ കൊച്ചുമോൻ വലിയൊരു തെറ്റുകാരനാണല്ലോ. എന്തൊക്കെയായാലും നിങ്ങൾ രക്ഷിക്കണം, എൻ്റെ കൊച്ചുമോനെ രക്ഷിക്കണം. വേണമെങ്കിൽ ഞാൻ നിങ്ങളുടെ കാല് പിടിക്കാം എന്നും പറഞ്ഞുകൊണ്ട് മൂങ്ങ കരഞ്ഞ് കൈകൂപ്പി കാല് പിടിക്കാനായിട്ട് പോവുക. വേണ്ട വേണ്ട മൂങ്ങേ, എഴുന്നേക്ക്, നിങ്ങൾ കാലൊന്നും പിടിക്കണ്ട. നിങ്ങളുടെ കൊച്ചുമോനെ കിടക്കട്ടെ അവിടെ. അവനല്ലെങ്കിലും ഇത്തിരി അഹങ്കാരം കൂടുതലാണ്. അവന് മാത്രമല്ല അവൻ്റെ അച്ഛനും ഉണ്ട് അഹങ്കാരം. സോണിയാൻ്റിയെ കോടതി മുറിയിൽ വെച്ച് എന്തൊക്കെയാ പറഞ്ഞത്? അതിനൊക്കെയുള്ള ശിക്ഷ ദൈവം പെട്ടെന്ന് തന്നെ കൊടുത്തു എന്ന് കരുതിയാൽ മതി. എനിക്ക് അത്രേ പറയാനുള്ളൂ. എന്തായാലും കല്യാണിയും അമ്മയുമാണ് തീരുമാനം എടുക്കേണ്ടത്. അപ്പോഴേക്ക് കല്യാണിയും അമ്മയും വന്നു. കല്യാണിയെയും ദീപയെയും കണ്ടതും മൂങ്ങ കൈകൂപ്പി നിന്ന് കരയുക. എൻ്റെ പൊന്നുമോളെ കല്യാണി രക്ഷിക്കണേ എന്നും പറഞ്ഞുകൊണ്ട്. അത് കേട്ടതും കല്യാണി മൂങ്ങയെ തുറച്ചു നോക്കുക. ദീപ ചിരിച്ചുകൊണ്ട് നിൽക്കുക. അപ്പം ഇതിനേക്കാൾ തകർപ്പൻ വിശേഷമാണ് ഇത് നടക്കാൻ പോകുന്നത്. എല്ലാവരും തീർച്ചയായിട്ടും കാത്തിരിക്കുക. അതേ പ്രേക്ഷകരെ, മൂങ്ങ കല്യാണിയുടെ കാല് പിടിക്കുന്ന അടിപൊളി മുഹൂർത്തം. ഇനി എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നത്? വിക്രത്തെ പുറത്തിറക്കാൻ കല്യാണി സഹായിക്കുമോ? അങ്ങനെ സഹായിച്ച കിരണ് കല്യാണിയോട് ക്ഷമിക്കാനാകോ? പ്രകാശൻ എന്ന രാക്ഷസനെ പൊളിച്ചെടുക്കാനായി, പ്രകാശിൻ്റെ അഹങ്കാരം അവസാനിപ്പിക്കാനായി വിക്രം ഇനി ജയിലിൽ തന്നെ കിടക്കോ എന്നൊക്കെ തീർച്ചയായിട്ടും മിസ് ചെയ്യാതെ കാത്തിരുന്ന് കാണണം. എപ്പിസോഡ് എത്തിയാൽ ഉടനെ ഇടുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും മിസ് ചെയ്യരുത്. മിസ് ചെയ്യാതെ കാണണം. എല്ലാവർക്കും ഒരിക്കൽ കൂടെ നല്ലൊരു അടിപൊളി ശുഭദിനം തന്നെ ആയിക്കോട്ടെ. താങ്ക് യു ഫ്രണ്ട്സ്.